Hi guys, welcome back to my channel. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ മറ്റുള്ള വീഡിയോ പോലെയല്ല, ഞാൻ ഇന്ന് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. സോ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമ്മുടെ സ്നൈഡർവേഴ്സ് ഫെയിൽഡ്? ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എടുക്കാം. നമ്മൾ മാർവലിന് ഈ ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് ആക്ച്വലി ശരിക്കും വർക്കാവുന്നത് ആക്ച്വലി DC-ക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സായ സൂപ്പർമാൻ, ബാറ്റ്മാൻ, പിന്നെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർവലിൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ഐറ്റാണ് റൈറ്റ്സ്. എല്ലാ ക്യാരക്ടേഴ്സിനും റൈറ്റ്സ് DC-യുടെ കയ്യിലുണ്ട്. സോ ഇത് വർക്കൗട്ട് ആവാനും ഏറ്റവും കൂടുതൽ ചാൻസ് DC-ക്കായിരുന്നു. പക്ഷേ അവരത് പ്രോപ്പർലി യൂസ് ചെയ്തില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് കേസ്, നമ്മളൊരു ക്യാരക്ടറിലാണ് നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആ സാഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്യാരക്ടറിലായിരിക്കും. ഇപ്പോൾ മാർവലിലാണെങ്കിൽ അയൺമാൻ, ഇപ്പോൾ സ്നൈഡർവേഴ്സിലാണെങ്കിൽ സൂപ്പർമാൻ. സോ ആ ക്യാരക്ടറിൻ്റെ മരണത്തോടു കൂടി, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ആഫ്റ്റർ ദാറ്റ് ക്യാരക്ടർ ആ സാഗ എൻഡ് ആവും അവിടെ. ഓഡിയൻസിനും അതെ, അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്തിട്ടും കാര്യമില്ല. ബിക്കോസ് ഓഡിയൻസിൻ്റെ മൈൻഡിലും അതെ, ആ ക്യാരക്ടർ മരിച്ചാൽ ആ സാഗ അവിടെ എൻഡ് ആവും. സോറി. സോ ഇപ്പോൾ നമ്മുടെ അയൺമാൻ ആണെങ്കിൽ ഏകദേശം എത്ര സിനിമയിൽ വന്നിട്ടുണ്ടാവും? ഇപ്പോൾ അയൺമാൻ 1, അയൺമാൻ 2, അയൺമാൻ 3, പിന്നെ ഹൾക്കിൽ, ഇൻക്രെഡിബിൾ ഹൾക്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ, പിന്നെ സിവിൽ വാർ, അവഞ്ചേഴ്സ്, പിന്നെ കുറേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ്, ക്യാമിയോസ്. സോ ടോട്ടലി അറ്റ്ലീസ്റ്റ് ഒരു 15 മൂവീസ്, 11 മൂവീസിൻ്റെ അടുത്ത് നമ്മൾ ഈ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്. അതും ഇത്ര വർഷത്തോളം കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ആ ക്യാരക്ടറിൻ്റെ ആർക്ക് സ്റ്റാർട്ടിങ് ടു ബിഗിനിങ് നമുക്ക് കാണാപ്പാടെ അറിയാം. പിന്നെ ആ ക്യാരക്ടർ മരിക്കുമ്പോഴും നമുക്കത് ഇമോഷണലി ബ്രേക്ക് ആവും. പക്ഷേ ഇവിടെ സ്നൈഡറിന് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, സ്നൈഡറിന് നല്ലൊരു സ്റ്റാർട്ടാണ് കിട്ടിയത്. എസ്പെഷ്യലി ക്രിസ്റ്റഫർ നോളന് സൈഡിലുണ്ടായിരുന്നു, സ്റ്റുഡിയോ ഫുൾ സപ്പോർട്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും. ഓക്കെ, മാൻ ഓഫ് സ്റ്റീൽ എന്ന സിനിമ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിനിമ തന്നെയാണ്. ഓക്കെ, അതിൽ എനിക്കൊരു എതിർ അഭിപ്രായമില്ല. പക്ഷേ ആഫ്റ്റർ ദാറ്റ് മീൻസ് ഈ ക്യാരക്ടറിനെ നമ്മൾ സൂപ്പർമാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടേ ഉള്ളൂ. സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ദ മാൻ ഓഫ് ഹോപ്പാണ്. ആ ക്യാരക്ടർ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഒരാളെ കൊല്ലുകയാണ്. സോ ഓക്കെ, മനസ്സിലായി, ഈ ക്യാരക്ടർ നോർമൽ സൂപ്പർമാൻ പോലെയല്ല, കുറച്ച് ഡാർക്കാണ്, കാര്യമൊക്കെ സമ്മതിച്ചു. പക്ഷേ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ഹോംലാൻഡർ അല്ല. സൂപ്പർമാൻ മീൻസ് സൂപ്പർമാൻ കൊല്ലില്ല എന്നുള്ള ഒരു സംഭവം ഫസ്റ്റ് സിനിമയിൽ തന്നെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സെക്കൻഡ് സിനിമയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ അയൺമാൻ ആണെങ്കിൽ എത്ര സിനിമ കഴിഞ്ഞിട്ട് ആൾ മരിക്കണേ. ഇത് സെക്കൻഡ് സിനിമയിൽ തന്നെ സൂപ്പർമാൻ പടായി. ലൈക്ക് ലിറ്ററലി ഒരു ക്യാരക്ടർ ആർക്കോ ആ ക്യാരക്ടർ ജസ്റ്റ് ബിൽഡ് ചെയ്ത് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും ആ ക്യാരക്ടറിനെ കൊന്നു. പിന്നെ ആ സിനിമയിൽ തന്നെ ബാറ്റ്മാൻ എത്ര പേര് വന്ന, ബാറ്റ്മാൻ ഹാസ് എ റൂൾ ദാറ്റ് ഹി ഡസ് നോട്ട് കിൽ എനിവൺ. ആ മാർത്തനെ രക്ഷിക്കാൻ പോണ സീനിൽ എത്ര പേരെ കൊന്നേ. പിന്നെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ ആണ് വൺ ഓഫ് ദ വേസ്റ്റ് സിനിമാസ്. വിഷ്വലി സ്പെക്ടാക്കുലർ ആണ്. അത് സാക്ക് സ്നൈഡറിൻ്റെ ഒരു ടാലൻ്റ് ആണ്. ലൈക്ക് വിഷ്വലി ഭയങ്കര സ്പെക്ടാക്കുലർ ആയിരിക്കും, ഭയങ്കര. ഇപ്പോൾ അതിനൊരു സീൻ എടുത്തിട്ട് ഇപ്പം എന്നെ ജഡ്ജ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അടിപൊളി സിനിമയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആസ് എ ഫുൾ സിനിമ എന്നുള്ള ഇതിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ വേസ്റ്റ് സിനിമാസ്. എസ്പെഷ്യലി ആ മാർത്ത സീനൊക്കെ ചാട്ടപ്പ് സാധനമായിരുന്നു. സോ ആസ് എ ടോട്ടൽ ക്യാരക്ടേഴ്സ് ഭയങ്കര പ്ലെയിൻ. പിന്നെ ഭയങ്കര എന്താ പറയുക, ലാസ്റ്റ് സെക്കൻഡ് നമ്മുടെ ജസ്റ്റിസ് ലീഗിനെ അതിൽ കുത്തി കയറ്റുക, അത് റീഷൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒട്ടും മാച്ചിങ് അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ കുറേ ക്യാരക്ടേഴ്സിനെ പുഷ് ചെയ്ത് കയറ്റി. അത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൈബോഗ്, അക്വാമാൻ, വണ്ടർ വുമൺ, ഫ്ലാഷ്, ഇത്ര 4 പേരെ ഫയലാണ് ബ്രൂസ് വെയിൻ നമ്മുടെ വണ്ടർ വുമൺ അയച്ചു കൊടുത്തത് മെയിലിൽ. അതിൽ ഇവരുടെ എല്ലാ സാറ്റലൈറ്റ് വിഷ്വൽസ്, പിന്നെ സൈബോർഗിൻ്റെ ഫുള്ളി ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോസ്,
ഇതെല്ലാതും 24 MB-യിലാണ് ബാറ്റ്മാൻ അയച്ചു കൊടുത്തത്. സോ അങ്ങനത്തെ കുറെ മിസ്റ്റേക്സും പിന്നെ ഡൂംസ്ഡേനെ ഭയങ്കര ഭയങ്കര വേസ്റ്റ് ആക്കി കളഞ്ഞു. ലൈക്ക് ഡൂംസ്ഡേ ഇസ് എ ഗ്രേറ്റ് ക്യാരക്ടർ, സോ ആ ക്യാരക്ടറിനെയും വേസ്റ്റ് ആക്കി കളഞ്ഞു. ലിറ്ററലി വൺ ഓഫ് ദ വേസ്റ്റ് സിനിമ. മോർ ദാൻ ദാറ്റ്, എനിക്ക് ഏറ്റവും ആ സിനിമയിൽ ഏറ്റവും ദേഷ്യം വന്നതെന്ന് വെച്ചാൽ സൂപ്പർമാൻ പറയുന്നതാണ്. ലൈക്ക് ഈ ഭൂമിയിൽ നല്ല ഹ്യൂമൻസ് ഇല്ല എന്ന് സൂപ്പർമാൻ്റെ വായ കൊണ്ട് പറഞ്ഞപ്പോൾ ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ് ദാറ്റ് സാക് സ്നൈഡറിന് സൂപ്പർമാൻ ആരാന്നുള്ള കാര്യം സത്യമായിട്ട് അറിയില്ല എന്നുള്ള കാര്യം അതിൽ തന്നെ ഷോറാണ്. ആൻഡ് എനിക്ക് മനസ്സിലായി ഹി വാണ്ട് ടു ഡു സംതിങ് ലൈക്ക് ഡാർക്ക്, ഭയങ്കര 10 മിനിറ്റ് കൂടുമ്പോൾ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അത് പിന്നെ അതിന് ശേഷം ഇതിന് ഭയങ്കര ക്രിട്ടിക്കലി ഭയങ്കര നെഗറ്റീവ് വന്നപ്പോൾ വാർണർ ബ്രദേഴ്സ് നൈസായിട്ട് അക്വാമാൻ അതിനുശേഷം വന്നു, വണ്ടർ വുമൻ വന്നു. അക്വാമാൻ വന്നതാണ് അവർക്ക് പ്രശ്നമായത്. ബിക്കോസ് അക്വാമാൻ കുറച്ചൊരു ഫൺ ടൈപ്പ് ഒരു സിനിമയാണ്. സാക് സ്നൈഡറിൻ്റെ ടോണിൽ നിന്ന് ഭയങ്കര ഫൺ ടൈപ്പാണ്. സോ ഈ സ്റ്റുഡിയോസിന്, ഹോളിവുഡിലെ സ്റ്റുഡിയോസിന് ഒരു ഇതുണ്ട്, എന്താണെന്ന് വെച്ചാൽ 1 ബില്യൺ അടിക്കണം എല്ലാ സിനിമയും, എന്നാൽ മാത്രമാണ് അതിൻ്റെ സീക്വൽ വരണു. മനസ്സിലായി? സോ അക്വാമാന് നമ്മുടെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ കഷ്ടപ്പെട്ടിട്ടാണ് 1 ബില്യൺ അടുത്തെത്തിയത്. പക്ഷെ അക്വാമാൻ 1 ബില്യൺ അടിച്ചു. സോ ടോൺ ഷിഫ്റ്റ് ആണ് ടോട്ടലി ആ യൂണിവേഴ്സിൽ നിന്ന്. ഇതൊരു ടോൺ ഷിഫ്റ്റ് ആണ്. സോ സ്റ്റുഡിയോയ്ക്ക് വീണ്ടും കൺഫ്യൂഷൻ ഏത് ടോണിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പം അതൊരു പ്രശ്നം. ഇത് പോരാതെ ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ, ഫാൻസിനും സ്റ്റുഡിയോയ്ക്കാണ് ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫാൻസിന് സാക് സ്നൈഡറിൻ്റെ വിഷൻ ഒട്ടും താല്പര്യമില്ല. ഇത് ഒറിജിനൽ OG ഫാൻസിന്. ഓക്കെ, സാക് സ്നൈഡറിൻ്റെ ഫാൻസിൻ്റെ കാര്യമില്ല പറയുന്നത്. OG ഫാൻസിന് ഈ ക്യാരക്ടേഴ്സിന് സാക് സ്നൈഡർ നശിപ്പിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവർക്ക് മാർവലിൻ്റെ പോലത്തെ ഒരു ഐറ്റവും വേണ്ട. സ്റ്റുഡിയോയ്ക്കാന്ന് വെച്ചാൽ ഇതെന്ത് എവിടെ സെറ്റിൽ ആവണം എന്നുള്ള കാര്യം അവർക്കും കൺഫ്യൂഷൻ. കോമഡി മാർവലിൻ്റെ പോലെ കോമഡി ആക്കണോ, സാക് സ്നൈഡറിനെ പോലെ ഡാർക്ക് ആക്കണോ, എന്ത് ചെയ്യണമെന്ന് അവർക്കും കൺഫ്യൂഷൻ, ഫാൻസിന് കൺഫ്യൂഷൻ. പക്ഷെ ഫാൻസിന് സാക് സ്നൈഡറിനും വേണ്ട, മാർവലിനും വേണ്ട. സോ ടോട്ടലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. എന്തിലും അവർ എൻ്റെപ്പാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല. സോ അതൊക്കെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് തിങ്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ മറ്റേ ക്യാരക്ടർ ഇല്ലേ, ലെസ് ലൂഥറിൻ്റെ ക്യാരക്ടർ വാസ് സോ ഷിറ്റ്. വൺ ഓഫ് അയ്യോ എന്തൊരു മോശമായിരുന്നു ആ ക്യാരക്ടർ. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മോശമായിട്ടുള്ള ക്യാരക്ടർ, ലിറ്ററലി ദ മോസ്റ്റ് റിട്ടേൺ ക്യാരക്ടർ ഇൻ ദാറ്റ് മൂവി. പിന്നെ വണ്ടർ വുമൻ സിനിമ വാസ് ഗുഡ്, ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ലൈക്ക് കുറച്ച് ഫണ്ണ്, പക്ഷേ ഒരു സാക് സ്നൈഡറിൻ്റെ ടച്ചും ആ കളർ ടോണും പിടിച്ചിട്ടുള്ള ഒരു സിനിമ. ലൈക്ക് ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം. ഈ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ്റെ ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻഡ് ഗെയിം ഇതിലുണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഇല്ലേ, അതിലും മുകളിലായിരുന്നു ആക്ച്വലി ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനുള്ള ഹൈപ്പ്. ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സൂപ്പർമാനും ബാറ്റ്മാനും ഒരു സ്ക്രീനിൽ വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പ് ചെറിയൊരു ഹൈപ്പല്ല, ഓൾ വേൾഡ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ ജസ്റ്റിസ് ലീഗ് ഹാഫ് ഒരു 70% ഷൂട്ടഡ് ആയിരുന്നു. അതിൻ്റെ മിഡിൽ വെച്ചിട്ടാണ് നമ്മുടെ സാക് സ്നൈഡറിൻ്റെ മകൾ മരിക്കുന്നതും ആള് ആ പ്രൊജക്റ്റിൽ നിന്ന് പോകുന്നതും. അതിനുശേഷം ജോസ് വീഡൻ ഏറ്റെടുക്കുകയും ഈ പിന്നെ എന്താണെന്ന് വെച്ചാൽ മാർവലിൻ്റെ ടച്ച് വന്നാൽ ചിലപ്പോൾ ആ ഓഡിയൻസിന് കിട്ടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ DC പറ്റിയ തെറ്റാണ് ജോസ് വീഡിനെ വെച്ച് മാർവലിൻ്റെ സ്റ്റൈലിൽ വീണ്ടും റീഷൂട്ടുകൾ ചെയ്ത്, എസ്പെഷ്യലി വണ്ടർ വുമൻ മറ്റേ ബാറ്റ്മാൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ ക്രാക്കി തുടങ്ങുന്ന സീനില്ലേ, അതൊക്കെ റീഷൂട്ടാണ്. അങ്ങനത്തെ അനാവശ്യ സീനുകൾ ആഡ് ചെയ്ത് സൂപ്പർമാൻ്റെ എസ്പെഷ്യലി നമ്മുടെ ഹെൻറി കാവില് മിഷൻ ഇമ്പോസിബിളിന് വേണ്ടിയിട്ട് മീശ വെച്ചിട്ടുണ്ടായിരുന്നു. സോ റീഷൂട്ടിന് വിളിച്ചപ്പോൾ ആൾക്ക് അത് കളയാൻ പറ്റില്ല, മനസ്സിലായി? സോ അത് അപ്പോൾ ലിപ്സ് CGI ചെയ്ത് അത് കൊളാക്കി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിസാസ്റ്റർ സിനിമ. സ്റ്റോറി വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും മൊത്തത്തിൽ. പക്ഷേ ഇനി എൻ്റെ ഒരു ഇതിൽ അതൊരു ഓക്കെ ആയിരുന്നു. ബിക്കോസ് സൂപ്പർമാന് അത് വീണ്ടും രണ്ടാമത് കൊണ്ടുവന്നു. അവർക്ക് എന്നിട്ട് ആദ്യം തൊട്ട് തുടങ്ങാമായിരുന്നു. ലൈക്ക് അവർക്ക് അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. പക്ഷെ അവരത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി മൊത്തത്തിൽ വണ്ടർ വുമൻ 2 ഇറക്കിയ, ലൈക്ക് ലിറ്ററലി നശിപ്പിച്ച് കളഞ്ഞു. അത് പോരാതെ
ഫാൻസുകാർക്ക് ഇതും കൂടി കണ്ടപ്പോൾ സാക് സ്നൈഡറിൻ്റെ ഫാൻസിനും നോർമൽ DC ഫാൻസിനും ഓളിയും ബഹളായി. അതിന് ശേഷം പക്ഷേ DC ഒരിക്കലും സാക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് റിലീസ് ചെയ്യാൻ ഒട്ടും പ്ലാൻ ഇല്ലാത്തതായിരുന്നു അവർക്ക്. അത് കൊറോണ കാരണം ഷൂട്ടിങ്, റൈറ്റിങ് എല്ലാം സ്റ്റോപ്പ് ആയതുകൊണ്ട് അവരുടെ കയ്യിലുള്ള ആർക്കൈവിലുള്ള ഒരു 90% ഷൂട്ട് കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിന് അവർ കുറച്ചൊരു ഫണ്ട് കൊടുത്ത് അതിനൊന്ന് പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് റിലീസ് ചെയ്തു. അത്ര തന്നെ ഉള്ളൂ. അവർക്ക് ആ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പുഷ് ചെയ്യണം എന്ന് വെച്ചാൽ അവർ വിചാരിച്ചു ഇതായിരിക്കും ഇനി ഫ്യൂച്ചർ, ബിക്കോസ് തിയേറ്റേഴ്സൊക്കെ ക്ലോസ് ചെയ്തു. സോ അതുകൊണ്ട് മാത്രമാണ് സാക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് റിലീസായത് തന്നെ. അവിടെയാണ് അപ്പോൾ ഫാൻസുകാർ വിചാരിച്ചു അവർ പുഷ് ചെയ്തുകൊണ്ടാണ് ഈ ഐറ്റം റിലീസായതെന്നാണ് അവരെ വിചാരം. സോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകില്ല. പിന്നെ ലൈക്ക് ലിറ്ററലി ഫസ്റ്റ് 4 സിനിമയിൽ തന്നെ വില്ലൻ ഇൻട്രൊഡ്യൂസായി, ഫുള്ള് ടീം ഇൻട്രൊഡ്യൂസായി, മെയിൻ ഹീറോ മരിച്ച് എഴുന്നേറ്റ് വന്നു ലിറ്ററലി, ആൻഡ് ഇറ്റ് വാസ് ദി എൻഡ്. ലൈക്ക് എനിവേ അടുത്ത പടത്തിൽ ലൂയിസ് ലെയ്ൻ മരിക്കും, സൂപ്പർമാൻ വില്ലനാവും. ലൈക്ക് ഒരു ക്യാരക്ടർ മരിച്ചെഴുന്നേറ്റ് വീണ്ടും വില്ലനായി, പിന്നെയും വീണ്ടും മരിച്ച്. ലൈക്ക് ഇറ്റ് വാസ് നോ എൻഡ്. അതിനൊരു എൻഡ് ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഫ്ലാഷിനെ ടൈം ട്രാവൽ ചെയ്ത് ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ്റെ ടൈമിലേക്ക് പോയി, ബ്രൂസ് വെയ്നെ ഓർമ്മിപ്പിച്ച്, ലൂയിസ് ലെയ്നെ രക്ഷിച്ച്. ഒരിക്കലും അത് എവിടേക്ക് എത്തിച്ചേരാൻ പോകണ്ടായിരുന്നില്ല. സോ ഇറ്റ് ബെറ്റർ വേഗം സ്റ്റോപ്പ് ആയതാണ് ഏറ്റവും ബെറ്റർ. ബട്ട് സ്റ്റിൽ സാക് സ്നൈഡർ എന്നൊരു വിഷണറിയാണ്. ലൈക്ക് വിഷ്വലി സാക് സ്നൈഡറിൻ്റെ പടങ്ങളിൽ വിഷ്വലി ഒരു സീൻ, ഒരു ഷോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എത്തിയാൽ പിടിക്കാൻ പറ്റില്ല. ആ ലെവലിലാണ് ആളത് ഡയറക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ആംഗിൾസ് ആണെങ്കിലും അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും സ്ലോ മോഷൻ ആണെങ്കിലും ഒക്കെ അതൊക്കെ ഒന്നും പറയാണ്ടാവില്ല. പക്ഷേ ആസ് എ സ്റ്റോറി വൈസ്, ആസ് എ ക്യാരക്ടർ വൈസ്, ആസ് എ സാഗ വൈസ്, ഇറ്റ് വാസ് വൺ ഓഫ് ദ worst sagas or cinematic universe ever made on a comic character. ഈ ജെയിംസ് ഗണ്ണിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ, ജെയിംസ് ഗണ്ണ് ദ പ്രോബ്ലം ഇസ് എല്ലാവരും, ഇപ്പോൾ എല്ലാ DC ഫാൻസും സാക് സ്നൈഡർ ഫാൻസും എല്ലാവരും മൈൻഡിലും ഒറിജിനൽ സൂപ്പർമാൻ എന്തെന്നുള്ളത് മറന്നുപോയി. സോ അവിടെയാണ് ജെയിംസ് ഗണ്ണിൻ്റെ സിനിമ വരുന്നത്. ബിക്കോസ് ഇതിന് മുമ്പുണ്ടായിരുന്നത്, ഈ മാൻ ഓഫ് സ്റ്റീലിന് മുമ്പുണ്ടായിരുന്ന സൂപ്പർമാൻ എന്താണോ അതിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഒരു പുതിയൊരു ഇതല്ല, അത് ഒറിജിനൽ OG സൂപ്പർമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സക്സസ്സിലാണ് ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്. ഇഫ് ഇറ്റ് ഫെയിൽഡ് ദെൻ പോയി, പെർമനൻ്റ് ആയിട്ട് അത് പോയി. പക്ഷെ ഈ മൂവി സക്സസ് ആവണം, എന്നാൽ മാത്രമാണ് ഇതിനെ കണ്ടിന്യൂ ചെയ്ത് അടുത്ത സിനിമകൾ വരുള്ളൂ. പിന്നെ സൂപ്പർമാൻ ഓൾറെഡി ഈ സിനിമയിൽ സൂപ്പർമാനാണ് തുടങ്ങുമ്പോൾ തന്നെ, അത് ഷുവറാണ്. പിന്നെ സിനിമയിലൊരു 15 മിനിറ്റോളം സിനിമ നിങ്ങളാലോചിക്കണം, 2 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമയിൽ 15 മിനിറ്റ് ഒരു ഇൻ്റർഗ്രേഷൻ സീൻ ഉണ്ട്. നമ്മുടെ ലൂസിനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സീൻ 15 മിനിറ്റ് ഉള്ളത്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ് സിനിമയിൽ. സോ ലിറ്ററലി സൂപ്പർമാൻ എന്തൊക്കെ ഗുഡ് കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ, പിന്നെ സൂപ്പർമാൻ വാട്ട് ഹി സ്റ്റാൻഡ്സ് ഫോർ, പിന്നെ OG സൂപ്പർമാൻ്റെ ഇതും കോമിക് റെഫറൻസസും കാര്യങ്ങളൊക്കെ വെച്ച് ലിറ്ററലി ഇതാണ് ആക്ച്വലി സൂപ്പർമാൻ്റെ ഒരു ഫാൻ ബോയ് സംഭവം. ഓക്കെ, സോ ഈ മൂവി സക്സസ് ആയാൽ മാത്രമേ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹേറ്റ് ഈ സിനിമയ്ക്ക് എതിരെ. ബിക്കോസ് എനിക്ക് മനസ്സിലായി, ബട്ട് ഇത് അത്ര ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ജെയിംസ് ഗൺ ഇസ് എ ഗ്രേറ്റ് ഡയറക്ടർ. ഓക്കെ, ആൾ ഇമോഷണൽ കാര്യങ്ങളൊക്കെ എപ്പോഴും നെയിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് നോബഡീസിനെ വെച്ച് ആൾ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഉണ്ടാക്കിയെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നോബഡീസിനെ വെച്ച് പീസ് മേക്കർ ഉണ്ടാക്കിയെങ്കിൽ, ഹിസ് എ ഗ്രേറ്റ് ഡയറക്ടർ. ഓക്കെ, സോ ഐ ഹാവ് ഹൈ ഹോപ്സ് ഫോർ ദിസ്. ബട്ട് DC സൈഡർവേഴ്സിന് കുറേ അധികം പോരായ്മകളുണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം അവരതൊക്കെ കറക്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിചാരം. സോ ഞാൻ സ്ക്രിപ്റ്റിലാണ് വീഡിയോ ചെയ്തത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഫോർഗിവ് മീ. സോ നിങ്ങളുടെ ഫസ്റ്റ് ടൈം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. पसंद आया लाइक करो, पसंद नहीं आया तो टेस्ट चेंज करो.